ഹലോ ഗൈസ്, നമ്മളിന്ന് പോകുന്നത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ നന്തൊട്ടിന് ചോറ് കൊടുക്കാനാണ്. ഈ കൂട്ടത്തിൽ വരുന്നത് മാമി, അതെൻ്റെ ഭർത്താവ്, അതിൻ്റെ മൂത്ത കുഞ്ഞ്. അപ്പോൾ രണ്ടുപേരെയും കൊണ്ട് പോകാൻ പാടായതുകൊണ്ടാണ് മാമിയും കൂട്ടത്തിൽ വരുന്നത്. അമ്മയ്ക്ക് വരാൻ സാഹചര്യമായിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിനടുത്ത് എത്താറായി. ഇച്ചിരി കൂടെ മുന്നോട്ട് പോകുമ്പം നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നല്ല ബ്ലോക്ക് ഉണ്ട്. തോണ്ടേ അമ്പലം, ആ കാണുന്നതാണ് അമ്പലം. നമ്മളങ്ങനെ റെസിപ്റ്റും കാര്യങ്ങളും ഒക്കെ എഴുതി അമ്പലത്തിനകത്തോട്ട് ഇപ്പോൾ കയറി. അവിടെ തുലാഭാരം കൊടുക്കുന്നു. ഓരോരുത്തർക്ക് തുലാഭാരം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ കുഞ്ഞിന് ചോറ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മളവിടെ വെയിറ്റ് ചെയ്തേക്ക് നല്ല ജനത്തിരക്കം ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന്. അങ്ങനെ നമ്മൾ താണ്ട് ഞാനും എൻ്റെ ചേട്ടനും എൻ്റെ കുഞ്ഞും ഇവൻ്റെ ചോറ് കൊടുപ്പാണ് ഇന്ന്. ഇതാണ് എൻ്റെ നന്ദൂട്ടൻ. അങ്ങനെ ചേട്ടൻ ചോറ് കൊടുക്കാൻ കയറി. വെള്ളമൊക്കെ തൊട്ട് കൊടുത്തു. ഇനി ചന്ദനവും കുറി കാര്യങ്ങളും ഒക്കെ തൊട്ട് കൊടുക്കുക. പൂജാരി പറഞ്ഞനുസരിച്ച് ഞാനതൊക്കെ ഇട്ട് കൊടുത്തു. കാരണം എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അങ്ങനെ നമ്മൾ ചന്ദനമൊക്കെ തൊട്ട് കൊടുത്ത് തലയിലൊക്കെ പൂ വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. അവർ പറഞ്ഞ പോലെ തന്നെ എല്ലാം നമ്മൾ കുഞ്ഞിന് വേണ്ടിയിട്ട് അതൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തു. അങ്ങനെ പിന്നെ ഇനിയിപ്പം കുഞ്ഞിന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇലയിൽ ചോറ് ആ ടിന്നി തട്ടിയെടുത്തത് മുളകും ഉപ്പും കൂടെ കലക്കി മിക്സ് ആക്കിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ തേനൊഴിച്ചു, പിന്നെ പായസവും ഉണ്ട്. അങ്ങനെ ഇപ്പം ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് മടിയിലേക്ക് പിടിച്ചിരുത്താൻ പറയുന്നത്. കാരണം ഭയങ്കര ഞെവുപ്പാണ്. എന്ന് വെച്ചാൽ കിടന്നങ്ങ് പൊളയും ഈ സാധനം. അങ്ങനെ ചേട്ടൻ ആദ്യം തേൻ തൊട്ട് കൊടുക്കുന്നു. അങ്ങനെ ചോറും കാര്യങ്ങളും എല്ലാം കുഞ്ഞിന് കൊടുത്തു. ഓരോരുത്തരും നോക്കിക്കൊണ്ട്, കാരണം ഇവൻ മാത്രമേ ഉള്ളൂ ചോറ് കൊടുത്തതിലെല്ലാം കരയാതിരുന്ന്. എല്ലാം തുപ്പിക്കളഞ്ഞെങ്കിലും കുഞ്ഞ് തുടക്കം തൊട്ട് കൊടുക്കാൻ വരെ കരയാതിരുന്നു. കാരണം ബാക്കിയുള്ള കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുത്തപ്പോൾ അവരിരുന്ന് കരച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇവൻ മാത്രമേ കരയും. അവന് പിന്നെ ആരെങ്കിലും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരുടെ മുഖത്ത് നോക്കി ഇങ്ങിരിക്കും. മുജ്ജന്മ സുഹൃതങ്ങൾ. അങ്ങനെ പുള്ളിക്കാരൻ ക്യാമറയ്ക്കൊക്കെ പോസ് ചെയ്ത് തരുന്നുണ്ട്. ആ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോഴേ അറിയാം പുള്ളിക്ക് വലുതായിട്ട് അങ്ങോട്ട് ദഹിച്ചിട്ടില്ല കാര്യങ്ങൾ. അങ്ങനെ ചോറ് കൊടുപ്പും കാര്യങ്ങളും ഒക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഇപ്പം കഴിഞ്ഞു. നമ്മളങ്ങനെ ഇതാ അമ്പലത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് പോയി ഉണ്ണിയപ്പം വാങ്ങിച്ചു, ദർശനം എടുത്തു. നമ്മൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളിനി പുറത്തോട്ട് പോവുകയും നമ്മളിനി വീട്ടിലോട്ട് വരുവാണ്. അതേപോലെ തന്നെ കണ്ടു നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. നമ്മൾ ചെന്നപ്പോൾ കുറേ ചോറ് കൊടുപ്പിനും അങ്ങനെയൊക്കെ പല കാര്യങ്ങൾക്കായിട്ട് വന്നവർ ഇഷ്ടംപോലെ പേരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് വെളിയിലിറങ്ങി. ചെറിയ മഴക്കോളൊക്കെ കയറി വരുന്നുണ്ട്. നമ്മളപ്പം വലിയ മഴയ്ക്ക് മുന്നേ നമ്മുടെ 2 കുഞ്ഞു പിള്ളേരെയും കൊണ്ട് നമ്മൾ വീട് പിടിക്കാനുള്ള തിരക്കിലാണ്. അങ്ങനെ കിട്ടിയ വണ്ടി കയറി. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.